മാതൃഭൂമി ദിനപത്രത്തിന്റെ ഇന്നത്തെ മെയിൻ സ്റ്റോറി വായിച്ചാൽ ചെറുതായിട്ടൊന്ന് ഞെട്ടും. അതായത് സർവകലാശാലകളുടെ ഓഫ് കാമ്പസ് CPM സമ്മതിച്ചിട്ടും മുഖ്യമന്ത്രി വെട്ടി. മുഖ്യമന്ത്രി എന്തോ ഒരു പോക്കണംകേട് കാണിച്ചു എന്നാണ് ഈ ഹെഡിങ് കണ്ടാൽ ആദ്യം തോന്നുക. പക്ഷെ വായിച്ചു വരുമ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവുക. സംഗതി വളരെ സിമ്പിളാ. CPM പാർട്ടി, അതായത് ഗവൺമെന്റിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പാർട്ടി അംഗീകരിച്ച ഒരു നിയമനിർമ്മാണ ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുന്നു. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന് അതൊട്ടും ബോധിച്ചില്ല, ആ ഭേദഗതി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അത് വെട്ടി കൊട്ടയിലിട്ടു. ഒരു പഴയ അളവുപോലെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എമണ്ടൻ വാർത്തയാണ്, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് പാർട്ടി തീരുമാനിച്ച ഒരു കാര്യം മന്ത്രിസഭാ യോഗത്തില് മുഖ്യമന്ത്രി അത് വെട്ടിക്കളയുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ അത് തള്ളിക്കളയുക. ഈ ഒരു പഴയ കാലം ഓർത്തിട്ടായിരിക്കും മാതൃഭൂമിയുടെ പത്രാധിപര് ഈ വാർത്ത ഇന്നത്തെ മെയിൻ സ്റ്റോറി ആക്കാനും ഒരു 130-150 പോയിന്റ് വലിപ്പത്തില് മുഖ്യമന്ത്രി വെട്ടി എന്ന വാചകം ശീർഷകത്തിൽ കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചത്. പക്ഷെ സഹോ, ഇത് പഴയ CPM അല്ല, പഴയ മുഖ്യമന്ത്രി അല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പാർട്ടിയാണ് മുഖ്യമന്ത്രിയേക്കാൾ, സർക്കാരിനേക്കാൾ, ഇനി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയേക്കാൾ വലുതേ എന്നാണ്. പാർട്ടി പറയുന്നതാണ് മുഖ്യമന്ത്രിയും മറ്റുള്ളവരും അംഗീകരിക്കേണ്ടത് എന്നാണ്. ഇപ്പൊ സംഗതി മാറി, അതറിഞ്ഞില്ലേ? ഇപ്പൊ പാർട്ടി അല്ല പ്രധാനം, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ പാർട്ടി. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും EK നയനാരെയും ഒക്കെ ശാസിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM, അതിന്റെ സംസ്ഥാന കമ്മിറ്റി. അതൊക്കെ അന്തക്കാലം. ഇത് ഇന്തക്കാലം, പിണറായിക്കാലം. പിണറായിക്കാലത്ത് അവസാന വാക്ക് എന്ന് പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. പാർട്ടി അംഗീകരിച്ച് മന്ത്രിസഭാ പരിഗണനയ്ക്ക് വരുന്ന നിർദ്ദേശങ്ങളും ശുപാർശകളും പോലും വേണ്ടി വന്നാൽ ഞങ്ങള് വെട്ടും. പിണറായി വിജയൻ തീരുമാനിച്ചത് നടക്കും. പാർട്ടി തീരുമാനിച്ച ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശം അത് AKG സെന്ററിലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാർക്സിന്റെ മേശയ്ക്കകത്ത് ഭദ്രമായിട്ടിരിക്കും. മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതാണ് ഇപ്പോഴത്തെ നീതി, അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലെ ചില വകുപ്പുകളാണ് ഇവിടെ പ്രതിപാദ്യം. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വിശേഷാൽ മന്ത്രിസഭാ യോഗത്തില് സ്വകാര്യ സർവകലാശാലകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ച ബില്ലിനൊപ്പം ഈ ഭേദഗതി നിർദ്ദേശങ്ങളും വന്നിരുന്നു. നമ്മുടെ പൊതു സർവകലാശാലകൾക്ക് ഓഫ് കാമ്പസുകൾ അനുവദിക്കുന്നതിന് അധികാരം നൽകുന്നത് സംബന്ധിച്ച ഒരു ശുപാർശ, അത് CPM രാഷ്ട്രീയമായി അംഗീകരിച്ച് മന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് വിട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സർവകലാശാല നിയമം അനുസരിച്ച് ഓരോ സർവകലാശാലകൾക്കും അവരുടെ പ്രവർത്തന പരിധിക്ക് ഉള്ളിൽ മാത്രമേ ഓഫ് കാമ്പസുകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് കേരള സർവകലാശാലയ്ക്ക് ഒരു ഓഫ് കാമ്പസ് തുറക്കണമെങ്കിൽ അത് അവരുടെ പ്രവർത്തന മേഖല, അതിന്റെ കീഴിലുള്ള കോളേജുകളിലൂടെ ഒരു പ്രവർത്തന പരിധിക്കുള്ളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഭേദഗതി ചെയ്യാനാണ് പുതിയ ശുപാർശകൾ വന്നത്. ഇത് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. നമ്മുടെ സർവകലാശാലകൾക്ക് കേരളത്തിൽ എവിടെയും, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഓഫ് കാമ്പസുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകണം എന്നുള്ളത്. ഈ ലോക മലയാള സമ്മേളനം ഉണ്ടല്ലോ, നമ്മുടെ സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു വലിയൊരു മാമാങ്കമാണ്. അതിൽ പ്രവാസികളായ പ്രതിനിധികൾ എല്ലാ തവണയും ആവശ്യപ്പെടുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സർവകലാശാലകൾക്ക് കാമ്പസ് അനുവദിക്കണം എന്നുള്ളത്. ഇതേപ്പറ്റി പഠിക്കാൻ NK ജയകുമാറിനെ ഒരു കമ്മീഷനായി സർക്കാർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കമ്മീഷന്റെ റിപ്പോർട്ടും ഏതാണ്ട് ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലായിരുന്നു. നമ്മുടെ പൊതു സർവകലാശാലകൾക്ക്, അതായത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടക്കുന്ന നമ്മുടെ സർവകലാശാലകൾക്ക് എവിടെയും ഓഫ് കാമ്പസ് തുറക്കുന്നതിന് അനുമതി നൽകാം എന്നായിരുന്നു ശുപാർശ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് CPM പാർട്ടിയുടെയും അംഗീകാരത്തോടുകൂടി ഈ ശുപാർശ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ മുഖ്യൻ പിണറായി വിജയന് അത്ര ബോധിച്ചില്ല. ഷെടാ, നമ്മുടെ ഓമന കുഞ്ഞുങ്ങളായ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ വരുമ്പോ അവർക്ക് എവിടെയും ഓഫ് കാമ്പസുകൾ തുറക്കാനുള്ള അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ അധികാരത്തോടുകൂടി വരുമ്പോ എന്തിനാണ് നമ്മുടെ പൊതു സർവകലാശാലകൾ ഓഫ് കാമ്പസ് തുറക്കുന്നത്? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചർച്ചയുടെ ഒന്നും കാര്യമില്ലല്ലോ. അദ്ദേഹം തീരുമാനിച്ചു അത് വേണ്ട, ആ ഭേദഗതി വേണ്ട, അത് വെട്ടി
വെട്ടി കോട്ടയിലിട്ടു. ഈ തീരുമാനത്തിന് പ്രാധാന്യം കൈവരുന്നത് നമ്മുടെ സംസ്ഥാനത്തും സ്വകാര്യ സർവകലാശാലകൾ താമസം വിന വരും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ച ബില്ലനുസരിച്ച് ഇത്തരത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ എവിടെയും ഓഫ് ക്യാമ്പസുകൾ തുറക്കാം, കേരളത്തിന് പുറത്ത് ആരംഭിക്കാം, ഇന്ത്യയുടെ പുറത്തും വേണമെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ക്യാമ്പസുകൾ, ഓഫ് ക്യാമ്പസുകൾ ആരംഭിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്തുള്ള ചില സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ സർവകലാശാലകളുമായി കൊലാബറേഷൻ അല്ലെങ്കിൽ സഹകരണമുള്ള സ്വകാര്യ സർവകലാശാലകൾക്കും വേണമെങ്കിൽ ഇവിടെ ഓഫ് ക്യാമ്പസുകൾ തുറക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സർവകലാശാലകൾ ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ തുറക്കുന്നതിനെ സർക്കാർ തടയുന്നത്. കേരള MG സർവകലാശാലകളൊക്കെ ആഗോളതലത്തിൽ തന്നെ റാങ്കിങ്ങില് വളരെ മുമ്പിൽ നിൽക്കുകയാണ്. കാലിക്കറ്റ് MG സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഗൾഫ് മേഖലയിൽ തുറക്കുന്നതിന് ഇപ്പോൾ തന്നെ ക്ഷണമുണ്ട്. നമ്മുടെ പൊതു സർവകലാശാലകൾ ഇനിയും വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാലകൾ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാനാവാതെ ചത്തു ജീവിക്കുകയുള്ളൂ. ഇതിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് ആയിരിക്കും. അതെ, ഇനി സ്വകാര്യ സർവകലാശാലകളുടെ കാലമാണ്. നമ്മുടെ ഓമന കുഞ്ഞുങ്ങള്, രണ്ടാം ഘട്ടിലെ കുഞ്ഞുങ്ങള്, ആദ്യ വിഭാഗത്തിലെ മക്കളായ നമ്മുടെ പൊതു സർവകലാശാലകള്, അവന്മാരെ നമ്മൾ ഇത്രയും കാലം സർക്കാരിന്റെ പണം കൊണ്ട് തീറ്റിപ്പോറ്റി. ഇനി മതി, ഇനി അത്രയും മതി. അതായത് പഴയ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് അവർ നടന്നാൽ മതി. ഇനി നമ്മൾ പരിപോഷിപ്പിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകളെയാണ്. ഇതൊക്കെ നമ്മുടെ പിണറായി വിജയന്റെ തീരുമാനങ്ങളാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് ഇത്ര തിടുക്കം കാട്ടുന്നത്? ഏതാണ്ട് ഈ സർക്കാരിന്റെ അവസാന സമയത്തെത്തുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ തിടുക്കം? അതുപോലെ ഓഫ് ക്യാമ്പസുകൾ തുടങ്ങാനുള്ള അവകാശം നിഷേധിച്ച് നമ്മുടെ പൊതു സർവകലാശാലകളുടെ വളർച്ച തടയുന്നത് എന്തുകൊണ്ടാണ്? സ്വകാര്യ സർവകലാശാലകൾക്ക് വേണ്ടി നമ്മുടെ പൊതു സർവകലാശാലകളെ കുരുതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ അവര് മറുപടി പറയിക്കും. ഇത്രയും പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുൻ മന്ത്രി G. സുധാകരന്റെ, മഹാകവിയുടെ ചില വാചകങ്ങൾ ഇവിടെ ഓർത്തു പോകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യത്തിന്റെ ഊന്നുവടി ഉപയോഗിച്ച് ഏകാധിപത്യം നടപ്പാക്കാൻ ആരും ശ്രമിച്ചാലും അവരുടെ മുഖംമൂടികൾ ചീന്തിപ്പോകും. കുറെ പേർ ചുറ്റും നിന്ന് സ്തുതിഗീതങ്ങൾ പാടിയിട്ട് കാര്യമില്ല. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നേടുകയാണ് വേണ്ടത്. പക്ഷേ സുധാകർജി, മഹാകവി, ഇതല്ലല്ലോ നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. ചുറ്റും നിന്ന് സ്തുതിഗീതങ്ങൾ പാടുന്നവരുടെയും അതിന്റെ നടുവിൽ ഞാനാണ് സംസ്ഥാനം, ഞാനാണ് രാജ്യം എന്ന ലൂയി 14-ന്റെയും ഹിറ്റ്ലറുടെയും മനോഭാവത്തോടെ നിൽക്കുകയും ചെയ്യുന്നവരുടെ കയ്യിലാണല്ലോ കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ CPM എന്ന കക്ഷി തന്നെ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. ഇതിനിടെ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേട്ട ചില കാര്യങ്ങൾ, നമ്മുടെ AISF ഉണ്ടല്ലോ, CPIയുടെ വിദ്യാർത്ഥി സംഘടന, ആളിൽ കുറവാണെങ്കിലും ശൂരന്മാരാ, ധൈര്യമുള്ള പിള്ളേരാ. അവര് ഈ സ്വകാര്യ സർവകലാശാലകൾക്കെതിരായിട്ട് സമരത്തിലിറങ്ങുന്നു പോലും. മന്ത്രിസഭയിൽ അവരുടെ പാർട്ടി കൂടെ എടുത്ത തീരുമാനമാണ്. എന്നാലും ഒന്ന് സമരിച്ചു നോക്കാം, അതാണ് ഉദ്ദേശം. കുറെ കഴിയുമ്പോൾ നിർത്തിപ്പോകാം. പക്ഷേ ഞങ്ങള് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്നുവെന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും പറയാൻ വേണ്ടി നടത്തുന്ന ഒരു ചില്ലറ ടോക്കൺ സമരം എന്ന് കരുതിയാൽ മതി. അതിന് വലിയ പ്രാധാന്യമൊന്നും ആരും കൽപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ SFI ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയായിരുന്നു, ആരെയും പുറത്തേക്ക് കണ്ടില്ല. ഇപ്പോ സ്വകാര്യ സർവകലാശാലകളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ആർഷോ വന്ന് പത്രസമ്മേളനമൊന്നും നടത്തിയില്ല. അവര് പറയുന്നത് ഇതാ: സാമൂഹിക നീതിയും ജനാധിപത്യ അവകാശങ്ങളും മെറിറ്റും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ സർവകലാശാലകളിൽ വരുന്നതിൽ തെറ്റില്ല, അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാണ്. പണ്ടെന്തോരം കാര്യങ്ങളിൽ എതിർത്തവരാ, എത്രയെത്ര സമരങ്ങൾ നടത്തിയതാ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സഖാവ് ആർഷോ ഈ ബില്ല് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കണം. ഇത് എത്രത്തോളം സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതാണ്, എത്രത്തോളം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് അടുത്തൊരു
പത്രക്കുറിപ്പ് ഇറക്കും. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയില് പഞ്ച് ഡയലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിന്ദു മന്ത്രിയുടെയാ. അവര് പറയുന്നത് ഈ സർവകലാശാലകളെ പറ്റി, സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ പറ്റി ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്നാണ്. അതായത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ.